ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജീവിതം, മനസ്സ്, സ്വപ്നം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. MSME റിട്ടയർഡ് ഡയറക്ടർ ലാംബർട്ട് ജോസഫ് MCC റിട്ടയർഡ് HOD ലാംബർട്ട് കിഷോറിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഗോഡ്ഫ്രെഡ് ജേക്കബ് ഡാനിയേൽ രചിച്ച ജീവിതം, മനസ്സ്, സ്വപ്നം എന്ന മനഃശാസ്ത്ര പഠന സഹായി MSME ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിട്ടയർഡ് ഡയറക്ടർ ലാംബർട്ട് ജോസഫ്, മലബാർ ക്രിസ്ത്യൻ കോളേജ് സുവോളജി വിഭാഗം റിട്ടയർഡ് HOD ലാംബർട്ട് കിഷോറിന് നൽകി പ്രകാശനം ചെയ്തു. സൈക്കോളജിയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മനസ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ ബ്രെയിൻ ഡസ് ഈസ് ദ മൈൻഡ്, മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും എന്താ പറയുന്നത് നമുക്ക് ഇനിയും വളരെയധികം വഴങ്ങാത്തതുമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു അവയവമാണ് ബ്രെയിൻ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് മനസ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ ലാസ്റ്റിലുള്ള സംഗതി സ്വപ്നം എന്നാണ്. സ്വപ്നത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സയൻസ് പരമായിട്ട് സ്വപ്നത്തിനെ കുറിച്ചിട്ട് വ്യാഖ്യാനങ്ങൾ പലതുണ്ട്. പക്ഷേ സ്വപ്നത്തിനെ കുറിച്ചിട്ട് ഒരു വളരെ പ്രസിദ്ധമായ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് എന്താ പറയുന്നത്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങളെ കുറിച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളെ മനസ്സിലാക്കി പഠിച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മലയാളത്തിൽ എഴുതി പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. സീനിയർ സൈക്കോളജിസ്റ്റ് ഡോക്ടർ CK അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. പീപ്പിൾസ് റിവ്യൂ പത്രാധിപർ PT നിസാർ പുസ്തകം പരിചയപ്പെടുത്തി. സ്കൈഫോർഡ് കാലിക്കറ്റ് അക്കാദമി ഡയറക്ടർ രശ്മി V, P കിഷൻചന്ദ്, റെവറൻഡ് DM ജോർജ് സൈമൺ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥകർത്താവ് ഗോഡ്ഫ്രെഡ് ജേക്കബ് ഡാനിയേൽ മറുമൊഴി നടത്തി. മേരി സൈമൺ, പീപ്പിൾസ് റിവ്യൂ സാഹിത്യവേദി കൺവീനർ പുരുഷു കക്കോടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യം ഒരുക്കുന്നതിൽ